friends, welcome to Excellent YouTube channel. നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കായിട്ട് അവരുടെ ജോഗ്രഫി പാർട്ടിലെ 7th ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ കുറിച്ചിട്ടും അതിലെ ഗ്രോത്തിനെ കുറിച്ചിട്ടും ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടും ഒക്കെ അല്ലേ, നമ്മുടെ ഡെവലപ്മെൻറ്റിനെയും അതിലൂടെയുള്ള ഇൻഡെക്സുകളും പ്ലാനിങ്ങുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും നമ്മൾ രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും. നമ്മൾ സാധാരണ രണ്ടും ഒരേ അർത്ഥം വരുന്ന ടേംസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും. പക്ഷെ രണ്ടിനും പ്രത്യേകമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാലും രണ്ടിനും വ്യത്യസ്ത മീനിങ് ആണുള്ളത് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ പലതരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്, സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട് അല്ലേ. അതിലൊന്നാണ് ഇപ്പോൾ അഗ്രികൾച്ചർ, കൃഷി. പ്രധാനമായിട്ടും നമ്മുടെ പ്രധാന ഒരു വരുമാന മാർഗ്ഗമാണ് അല്ലെ അഗ്രികൾച്ചർ. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, അതുപോലെ സർവീസ്. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ തിരിക്കാം. ട്രാൻസ്പോർട്ടേഷൻ. ഈ പിക്ചേഴ്സിലൂടെ ഒക്കെ നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? നമ്മുടെ എക്കോണമീനെ നമുക്ക് മെയിൻലി 3 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടറും ടേർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ അല്ലേ, കാർഷിക മേഖലയാണ്. പ്രാഥമിക മേഖല എന്ന് നമുക്ക് മറ്റൊരു പേര് കൂടി വിളിക്കാം, അഗ്രികൾച്ചർ സെക്ടർ എന്ന് അല്ലേ. അതുപോലെ സെക്കൻഡറി സെക്ടറിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മറ്റൊരു പേരെന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. സെക്കൻഡറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതുപോലെ മൂന്നാമത്തെ സെക്ടറാണ് സർവീസ് സെക്ടർ അല്ലേ. സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷ്യറി സെക്ടർ. സർവീസ് സെക്ടർ എന്ന് പറയുന്നപ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്നതായാലും ടീച്ചേഴ്സ് ചെയ്യുന്നതായാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഇതൊക്കെ എന്താണ്? സർവീസ് ആണ്. അവർ ചെയ്യുന്നത് അതിലൂടെ നമുക്ക് ഗുഡ്സ് ഒന്നും കിട്ടുന്നില്ല അല്ലേ, സർവീസ് ആണ്. അപ്പോൾ അതൊക്കെ സർവീസ് സെക്ടറിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഒരു ചോദ്യം വരുന്നുണ്ട്. What can be the objectives of individuals, institutions and government engaging in economic activities? എന്തൊക്കെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെതായിക്കോട്ടെ, അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിനായിക്കോട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെയൊക്കെ അവർ എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള, എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യാനുള്ള പ്രധാന ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രധാന ഗോള്, നമ്മളിപ്പം പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ എന്താ കൂടുന്നത്? നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പർച്ചേസിങ് പവർ കൂടും. പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റും അല്ലേ. പർച്ചേസിങ് പവർ കൂടും. പർച്ചേസിങ് പവർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും. ഹയർ ക്വാളിറ്റി ലൈഫ് ആവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തും ഇൻക്രീസ് ആവും? ഇൻക്രീസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ക്യാൻ ബി ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെൻറ് എൻഗേജ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ് എഴുതണം. നമ്മൾ ആരായിക്കോട്ടെ, നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള മേജർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ നമുക്ക് ഹയർ ഇൻകം കിട്ടും. ഹയർ ഇൻകം ആണെങ്കിൽ പർച്ചേസിങ് പവർ കൂടും. ഇതിലൂടെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഇൻക്രീസ് ആവും. ഓക്കെ, പിന്നെ what are the aim of the all economies? All economies aim to provide better living conditions through different economic activities which bring about quantitative and qualitative change in the economic system. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലേ, മെയിൻലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചും ക്വാളിറ്റേറ്റീവ് ചേഞ്ചും എന്താണെന്ന് നോക്കണം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു മെഷർമെൻ്റ് ഉണ്ട്, ഒരു അളവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ക്വാളിറ്റി ആണ് അല്ലേ. നമ്മളവിടെയുള്ള ക്വാളിറ്റി ഓഫ് ലൈഫാണ് നോക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ചേഞ്ചിൽ നമുക്ക് പറയാൻ പറ്റും, ക്വാണ്ടിറ്റി ചേഞ്ച് റെഫേഴ്സ് ടു എക്കണോമിക് ഗ്രോത്ത്. ഇവിടെ എക്കണോമിക് ഗ്രോത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് റെഫേഴ്സ് ടു എക്കണോമിക് ഗ്രോത്ത്. അതുപോലെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണോ?
സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ GDP കൂടുക അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൂടുകയാണ്. അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൈസയുടെ കണക്കാണ് കൂടുന്നത് ഇല്ല, അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ക്വാളിറ്റിയിൽ ഒരു മാറ്റം വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ശമ്പളം കൂടിയിട്ട് കാര്യമില്ല, നമ്മൾ അതിന് എന്താക്കണം, ചിലവാക്കണം അല്ലെ. ചിലവാക്കി നമുക്ക് നല്ല ക്യാഷ് ഉണ്ട്, പക്ഷെ നമ്മൾ നല്ല സ്കൂളുകളിലൊന്നും പറഞ്ഞേക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നല്ല ഹോസ്പിറ്റൽസിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ നല്ല ഫുഡുകളൊന്നും വാങ്ങി കഴിക്കുന്നില്ല. അതിലെന്തേ കാര്യമുണ്ടോ? ഇല്ല. ക്വാണ്ടിറ്റി ചേഞ്ച്. അപ്പം എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒരു ടേം പഠിക്കുകയാണ്, GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ 9th-ലും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് GDP എന്താണ് അല്ലേ, നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ. അപ്പോൾ നോക്കിക്കേ, എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻസ് ഇതുപോലെ തന്നെ പഠിക്കാൻ നോക്കണേ. GDP is the monetary value of all goods and services produced within the domestic territory of a country in a year. ഒരു വർഷത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ അല്ലേ, സാമ്പത്തികമായിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാവണം, നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം. ഓക്കെ, ഇപ്പം ഇന്ത്യക്ക് ഒരു അതിർത്തി ഉണ്ട്, ആ ഇന്ത്യൻ്റെ ഉള്ളിൽ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഗുഡ്സും സർവീസസും ഒക്കെ വാങ്ങിയതിൻ്റെ മോണിറ്ററി വാല്യൂ ആണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ആളുകൾ എന്തുണ്ട്, പുറത്ത് USA-ലോ UK-ലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും, അവരുടെ cash ഇതിൽ വിടുമോ? ഇല്ല. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം തുകയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത്. GDP-യുടെ ഫുൾ ഫോം എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. നമ്മുടെ ഈ ഗുഡ്സും സർവീസസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, സർവീസ് സെക്ടേഴ്സിലൊക്കെ വെച്ചിട്ടാണ്. നമ്മുടെ എക്കോണമിയിലെ 3 സെക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഇവിടെ നിന്നാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസസ്, നാഷണൽ ഇൻകം ഇൻക്രീസ് ആൻഡ് എക്കോണമി ഇൻക്രീസസ്. നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും കൂടിക്കഴിഞ്ഞാൽ, അതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തും അതിൻ്റെ കൂടെ തന്നെ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ നാഷണൽ ഇൻകം അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത്? ഡെവലപ്പായി എന്നർത്ഥം. ഡെവലപ്പല്ല, എന്ത് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം? എക്കോണമി ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ GDP-യുടെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണേ. ഇറ്റ് ഈസ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ ആൻ ഇയർ. ഓക്കെ, ഇതിലൊരു നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് തന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ഇനി നമ്മൾ പഠിക്കാനുള്ള രണ്ടാമത്തെ ഡെഫിനിഷൻ ഈ ചാപ്റ്ററിലുള്ള എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് ഗ്രോത്ത് എന്താണെന്നാണ്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് GDP കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വർഷത്തിൽ നമ്മുടെ GDP കൂടിയിട്ടുണ്ടെങ്കിൽ, വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇൻക്രീസ് ഇൻ എ കൺട്രീസ് GDP കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. ഇപ്പം 2025, ഇപ്പം നമ്മൾ 2026 അല്ലേ, 2026 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2026 GDP കൂടിയിട്ടുണ്ട് 2025-നേക്കാൾ എന്ന് മനസ്സിലാക്കുന്നു അല്ലേ. അതിനെ പറയുന്ന പേരാണ് എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദി കൺട്രീസ് GDP കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. അത് പഠിച്ചു വെക്കണം കേട്ടോ, എക്കണോമിക് ഗ്രോത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പം എങ്ങനെയാണ്, ഹൗ ഡസ് എക്കണോമിക് ഗ്രോത്ത് ബെനിഫിറ്റ് ദ എക്കോണമി? നമ്മുടെ എക്കോണമീനെ എങ്ങനെയാണ് ഈ എക്കണോമിക് ഗ്രോത്ത് ബെനിഫിറ്റ് ചെയ്യുന്നത്?
എക്കണോമിക് ഗ്രോത്ത് ഇസ് എ ഇൻക്രീസ് ഇൻ കൺട്രീസ് GDP കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. നമുക്കറിയാം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് മാറ്റം ഉണ്ടാവണം? നമ്മുടെ കൺട്രിയുടെ GDP എന്താവണം? വർദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നമ്മുടെ GDP വർദ്ധിച്ചാലേ അവിടെ എന്ത് ഉണ്ടാവുള്ളൂ? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, when economic growth occurs, a country's capacity to meet the needs of its people increases through change in production, employment and income. അപ്പം when economic growth occurs, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൺട്രിയുടെ കപ്പാസിറ്റി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ ഇൻക്രീസ് ചെയ്യും അല്ലേ? നമ്മുടെ ഓരോ ജനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കൺട്രീൻ്റെ കപ്പാസിറ്റി കൂടുകയാണ്. അതിപ്പോൾ എന്താ എന്തിലൂടെയൊക്കെ കൂടാൻ കാരണം? പ്രൊഡക്ഷനിൽ മാറ്റം വരുന്നത് കൊണ്ടും എംപ്ലോയ്മെൻറ്റിൽ ചേഞ്ച് വരുന്നത് കൊണ്ടും ഇൻകത്തിൽ മാറ്റം വരുന്നത് കൊണ്ടുമാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ എന്താണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്? ദി എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദി GDP ഇൻ ദ കറണ്ട് ഇയർ കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. ഒന്നുമില്ല മക്കളെ, എത്രയേ ഉള്ളൂ. എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ GDP. നമ്മുടെ GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കറണ്ട് ഇയറിൽ, പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇയറിൽ GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റിനെ പറയുന്ന പേരാണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ ഗ്രോത്ത് റേറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അപ്പോൾ ഈ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് കണ്ടെത്താൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കറണ്ട് ഇയേഴ്സ് GDP മൈനസ് പ്രീവിയസ് ഇയർ GDP ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ GDP ഇൻറ്റു 100. അത് പഠിച്ചു വെക്കണം കേട്ടോ. എന്താ എക്കണോമിക് ഗ്രോത്ത് റേറ്റിൻ്റെ ഫോർമുല എന്താണ്? കറണ്ട് ഇയേഴ്സ് GDP മൈനസ് പ്രീവിയസ് ഇയർ GDP ഹോൾ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ GDP ഇൻറ്റു 100. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ആരാണ് നമ്മുടെ ഈ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ? India's economic growth rate published by the Ministry of Statistics and Program Implementation. ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? എക്കണോമിക് ഗ്രോത്ത് റേറ്റ് പബ്ലിഷ് ചെയ്യുന്നത്, ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നത് അത് MOSPI ആണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ് കേട്ടോ. അവരാണ് ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് പബ്ലിഷ് ചെയ്യുന്ന ടീം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MOSPI ആണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് പബ്ലിഷ് ചെയ്യുന്ന വ്യക്തികൾ. India's economic growth rate published by the Ministry of Statistics and Program Implementation from 2012-13 to 2023. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. 2012-13 മുതൽ 2023-24 കാലഘട്ടത്തിൽ ഉള്ള എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആരാണ് പബ്ലിഷ് ചെയ്തത്? MOSPI പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ്. ഇത് പ്രകാരം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. വിച്ച് ഇയർ അച്ചീവ്ഡ് ദ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഇൻ GDP ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏത് വർഷമാണ്? ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും അല്ലേ? 2021-22 കാലഘട്ടത്തിൽ നല്ല കൂടുതലാണ് അല്ലേ? 9.7 ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ലോവസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒക്കർ? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒക്കർ ചെയ്തത് ഏത് വർഷമാണ്? കണ്ടാൽ മനസ്സിലാവും. ഈ റെഡ് ലൈൻ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. -5.8 അല്ലേ? -5.8 ഉള്ളത് 2020-21 കാലഘട്ടത്തിൽ മൈനസിലോട്ട് വന്നിട്ടുണ്ട്. എക്കണോമിക് റേറ്റ് ഏറ്റവും കുറവുള്ളത് ഏത് വർഷമാണ്? 2020-21. മക്കളെ ശ്രദ്ധിച്ചോ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ടൈപ്പ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പക്ഷെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം എന്ന് മാത്രം. പിന്നെ ഹാസ് ദർ ബീൻ എനി പീരിയഡ് ഓഫ് നെഗറ്റീവ് ഗ്രോത്ത് ലൈസ് ബിലോ 0? ഇഫ് സോ വൈ? ഏത് വർഷമാണ് നെഗറ്റീവിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കുറവുള്ള അതേ വർഷം തന്നെ അല്ലേ? 2020-21 കാലഘട്ടത്തിലൊക്കെ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്, -5.8. എന്തുകൊണ്ടായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ? 2021 കാലഘട്ടത്തിൽ എന്തായിരുന്നു പ്രത്യേകത? നമുക്കറിയാം 2019 കൊറോണ അല്ലേ, COVID-19 കാലഘട്ടം കഴിഞ്ഞതാ. അപ്പോൾ നമ്മുടെ എക്കണോമിക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ GDP അത്രയും താഴ്ന്നത്. ഓക്കെ, 19 പാൻഡമിക് ആണ്. The production of goods and services need not necessarily increase steadily every year. There may be fluctuations in the increase. From 2016-17 to 2019-20, the rate of the growth of GDP falls and continued to be positive.
The GDP still is increasing. However, 2019-20 to 21, the rate of growth of GDP falls and became negative. ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. 2012-13 5.5 ഉണ്ടായിരുന്നു, പിന്നെ അത് 6.4, 7.4, 8, 8.3 ഒക്കെ ആയിട്ട് 2016 ആയപ്പോൾ നല്ല രീതിയിൽ കൂടി അല്ലേ, 8.3 ആയി, 5.5 നിന്ന് 8.3 ആയി. പിന്നീട് അത് കുറയാൻ തുടങ്ങി. 2017-18 6.8 ആയി, 6.5 ആയി, പിന്നെ അത് കുറഞ്ഞു 2021 ആയപ്പോഴത്തേനും 2020-21 കാലഘട്ടത്തിൽ അത് -5.8 പോയി. പിന്നെ അതിനുശേഷം നല്ല കുത്തനെ കയറാൻ തുടങ്ങി. 2021-22 അതൊക്കെ നമ്മളെല്ലാം തരണം ചെയ്ത് 9.7 എത്താണ് തൊട്ടടുത്ത വർഷം. 2020-21-22 കാലഘട്ടത്തിലാണ് ഏറ്റവും ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെയും കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്, അങ്ങനെ ഒരു മാറ്റത്തിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഗ്രാഫ് നോക്കിയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. ഇനി GDP ഡിക്രീസസ്, GDP കുറയുന്നത് നമ്മൾ കണ്ടു അല്ലെ. GDP കൂടിയാലാണ് അവിടെ എന്തുണ്ടാവുക, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുക. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ GDP എന്താകണം, കുറയണം അല്ലേ. അപ്പോൾ ഇഫ് ദ ഗ്രോത്ത് റേറ്റ് എബവ് 0 ഇൻഡിക്കേറ്റ്സ് എ പോസിറ്റീവ് ഗ്രോത്ത്. 0ന്റെ മുകളിലാണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നതെങ്കിൽ അവിടെ എന്താ നമ്മൾ പറയും, അവിടെ പോസിറ്റീവ് ഗ്രോത്ത് ആണെന്ന് നമ്മൾ പറയാം. 0ന്റെ മുകളിലാണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് എങ്കിൽ അത് പോസിറ്റീവ് ഗ്രോത്ത് തന്നെയാണ്. If the growth rate is below 0, it indicates a negative growth and a fall in GDP. ഇനി നമ്മുടെ 0നേക്കാൾ താഴ്ന്ന വാല്യൂ ആണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത് എങ്കിൽ അവിടെ ഗ്രോത്ത് ഉണ്ടോ, വളർച്ചയുണ്ടോ, ഇല്ല, നെഗറ്റീവ് ഗ്രോത്ത് ആണ്. അവിടെ GDP എന്തായിട്ടുണ്ട്, ഫോൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഫ്രം 2020 to 21 and 21 to 23, GDP and growth rate increased and economic growth shifted from negative to positive. ഇപ്പോൾ 2020-21 കാലഘട്ടത്തിൽ നിന്ന് 21-22 പോകുമ്പോൾ GDP എന്താവുന്നുണ്ട്, GDPയും എക്കണോമിക് ഗ്രോത്തും ഒക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് തന്നെ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പോർഷനിൽ പഠിച്ചിട്ടുള്ളത്. ഇനിയുള്ള ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇതുവരെ ഇന്നെടുത്ത ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായ നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കാൻ നോക്കുക, ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ കമൻസിലാക്കി അറിയിക്കാം. എന്തായാലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.